നിങ്ങൾ പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കാം ഇനി പച്ചക്കറി കഴിക്കണോ വേണ്ടയോ. തമിഴ്നാട്ടിലെ പച്ചക്കറി തോട്ടങ്ങളാണ് ഇവിടെ. കാരണം തമിഴ്നാട് ഏരിയയിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ വരുന്നത്. ഞങ്ങൾ മലയാളികളെ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുക. മലയാളി മാത്രമല്ല, എവിടെ തമിഴ്ക്കാരും കൊള്ളുന്നുണ്ട്. അവരും മേടിച്ച് കഴിക്കുന്നുണ്ടല്ലേ? അറിയാത്തവരൊക്കെ മേടിച്ച് കഴിക്കുമല്ലേ. നിങ്ങളുടെ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു നമ്മൾ എന്തായാലും വിശ്വസിച്ച് കഴിക്കുക. ചിക്കന് പ്രശ്നമാണ്, ബീഫ് പ്രശ്നമാണ്, അതിനൊക്കെ നല്ലത് പച്ചക്കറിയാണെന്ന് ഇതുവരെ പറഞ്ഞു. ഇനിയിപ്പം പച്ചക്കറി കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഒരു കിലോ ഈ പറയുന്ന തക്കാളി കൊണ്ടുപോയി എൻ്റെ കുഞ്ഞിന് ഞാൻ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുന്നു. അത് കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ വേണ്ടയോ? വേണ്ട, കൊടുക്കേണ്ട അവസ്ഥ ആയിപ്പോയി. പിന്നെ എന്നാ ചെയ്യണ? നിങ്ങൾ മേടിച്ച് ഞാൻ കൊടുക്കുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളിപ്പം ഈ വിഷത്തിനകത്ത് ഈ സാധനം മുക്കിയിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോലെ സ്പോട്ടി മരിക്കല്ലേ? ഇത് കുറച്ചായിട്ട് കഴിക്കുമ്പോൾ എന്താ ക്യാൻസർ ഉണ്ടാവും. ഇതിൽ ആകെയുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ കൃഷി ചെയ്യാന്നുള്ളൊരു സൊല്യൂഷനാണ്. അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. സത്യം തന്നെയാണ്. അതിനുവേണ്ടി എല്ലാം ഒരു സർക്കാർ എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്താലേ നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാം ഇതുപോലെ കിളികൾ വന്ന് കൊത്തിയാൽ ഉടനെ നിങ്ങൾക്ക് കണ്ടാറിയും കിളികൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ കിളികൾ ചത്ത് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നില്ല എന്നെപ്പോലുള്ള ഇപ്പോഴത്തെ ഈ പുതിയ ജനറേഷന് കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും സമയം വളരെ കുറവാണ്, ഫുൾ ബിസിയാണ്. അതുകൊണ്ട് ക്യാഷ് കൊടുത്തിട്ട് ഈസി ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലാണ് ഓരോ ആൾക്കാരും ഈ പറയുന്ന ഞാനടക്കം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ശരിക്കും നമ്മൾ വിഷം വാങ്ങുന്നതിന് തുല്യമാണ്.